ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ ലാസ്റ്റത്തെ ചാലഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ സെറ്റിങ്സ് പ്ലേ അതിൻ്റെ താഴെയായിട്ട് ചാലഞ്ച് ഇല്ലേ, അതിലെ ലാസ്റ്റത്തെ ചാലഞ്ചായ സോംബി മോഡാണ്. ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മെഗാ റാംപ്, വൺ ട്രാക്ക്, ജുറാസിക് പാർക്ക്. ഇതിലെ ലാസ്റ്റത്തെ ആയ സോംബി മോഡാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇത് ഇച്ചിരി ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ നമ്മൾ സോംബീസുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിരിക്കും. അതിൻ്റെ ഐക്കണിൽ തന്നെ അതേപോലത്തെ പിക്ചറാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, നമ്മളിവിടെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് സോംബീസ് എന്ന് തന്നെ ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. എനിക്ക് അറിഞ്ഞുകൂടെ എവിടെയാണ് കൃത്യമായിട്ട് സോംബി വരുന്നതെന്ന്. യെസ്, അപ്പം നമ്മുടെ വീടിന് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ കാർ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. യെസ്, ഞാനിവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എയർപോർട്ട്, ഈ എയർപോർട്ടിൻ്റെ അവിടെ നിൽക്കുന്ന എന്താണ്, എനിക്ക് തോന്നുന്നു സോംബീസ് ആണെന്ന്. അത് കുറേ ഒരു ആർമി പോലാണ് സോംബീസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ പോകണം. എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ഇന്ന് പോകണ്ടേന്നാണ്. കാരണം മിഷൻ അതല്ലേ, നമ്മൾ സോംബി മോഡ എടുത്തേക്കുന്നത്. നമുക്ക് ഈ കാർ കൊണ്ട് അതിനെയൊക്കെ ഇടിച്ചിടാൻ പറ്റും. ഇത് കുറേ എല്ലാം സോംബീസിനെ പോയി. നമ്മൾ 2-3 സോംബീസിനെ ഇടിച്ചിട്ടപ്പോൾ തന്നെ നമ്മുടെ കാറ് ഫുള്ള് ഡാമേജ്. കുഴപ്പമില്ല. നമ്മുടെ വഴി തെറ്റി. എക്സിറ്റിലോട്ട് പോകുമ്പോൾ നമ്മളിത്ര ഗ്ലിച്ചായി നിൽക്കുക. എൻ്റെ വണ്ടി ഫുള്ള് പുറത്തായിട്ടിരിക്കുവാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. യെസ്, അതെന്തോ ഗ്ലിച്ചായതാന്ന് തോന്നുന്നു. യെസ്, കുഴപ്പമില്ല. നമുക്കപ്പോൾ വേറൊരു കാർ സ്പോൺ ചെയ്യാം. എനിക്ക് തോന്നുന്നു ലംബോർഗിനി അതിന് സ്യൂട്ടബിൾ ആണ്. 700 ആണ് ലംബോർഗിനിയുടെ കാറ്. സോറി, ലംബോർഗിനിയുടെ നമ്പർ. യെസ്, നമുക്കിവിടെ ലംബോർഗിനി സ്പോണായി കിട്ടിയിട്ടുണ്ട്. യെസ്, ലംബോർഗിനി ഇച്ചിരി ആമൊക്കെ ഇച്ചിരി വണ്ടിയല്ലേ, അതുകൊണ്ട് നമുക്ക് ലംബോർഗിനി വെച്ച് കൊല്ലാൻ പറ്റുന്നു. അത് വലിയൊരു ആകാശത്തോട് ഫ്ലൈ ചെയ്ത് നമ്മൾ അപ്സൈഡ് ഡൗൺ സൈഡായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ പ്ലെയിനിൽ ഫയറായി നമ്മൾ അപ്സൈഡ് ഡൗൺ സൈഡായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. തല തിരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് വണ്ടി ഓടിച്ചു പോകാനും പറ്റത്തില്ല. ഇപ്പോൾ സോംബീസ് ഫുള്ള് നമ്മുടെ സൈഡിൽ വന്നിരിക്കും. ഇനി നമ്മൾ ഇറങ്ങി എന്തായാലും വേസ്റ്റഡ് ആവും. കാരണം ഇത്രയും സോംബീസ് ഉണ്ട്. നമുക്ക് ഫൈറ്റ് ചെയ്ത് ഇവരുമായിട്ട് തോക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതിന് അൾട്രാ പവറുള്ള ഏതെങ്കിലും ഗണ്ണ് വെച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനത്തെ ഗണ്ണൊന്നും നമ്മുടെ കയ്യിലാകെ നോക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങണമെന്നാണ്. ഞാൻ ഇറങ്ങി. ആദ്യം തന്നെ ഇതിൻ്റെ സാധാരണ ഗ്ലിച്ചാണ് നടക്കുന്നത്. നമ്മളെ വന്ന് ഇടിക്കുവാണ് ഈ സോംബീസ്. എനിക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അത്രയും ശക്തി പിന്നെയും കയറി. നമ്മളും അപ്സൈഡ് ഡൗൺ സൈഡായിട്ടാണ് കണ്ടോ. ഇതെന്ത് ഞാൻ അവിടെ തടയണം. അവരിപ്പോൾ എന്നെ എനിക്ക് ഇടിച്ച് തോപ്പിക്കാൻ പറ്റത്തില്ല. റോക്കറ്റ് ലോഞ്ചർ എടുക്കണം. എൻ്റെ ഹെൽത്ത് തോന്നുന്നു. ഞാൻ ഇപ്പോൾ വേസ്റ്റഡ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ സ്പോൺ ആവട്ടെ. യെസ്, ഞാനിപ്പോൾ സ്പോണായി. ഞാൻ ഇപ്പോഴും സോംബി മോഡാണ്. പക്ഷേ ഞാനിപ്പോൾ എയർപോർട്ടിലോട്ടല്ല പോയത്. പകരം ഇവിടെ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിലൊരു വെപ്പണില്ലേ, സ്റ്റിക്കി ബോംബ്. അത് ഇവിടുത്തെ എല്ലാവരും ആൾക്കാരുടെയും ദേഹത്ത് ഒട്ടിച്ചിട്ട് നമുക്ക് ഒന്ന് ബ്ലാസ്റ്റ് ചെയ്ത് നോക്കാം. ഒട്ടിക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്യും? ഇല്ല, നമ്മളൊന്നും ചെയ്യത്തില്ല. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. യെസ്, നമുക്കിവിടെയുള്ള എല്ലാവരുടെയും ദേഹത്ത് ഈ സ്റ്റിക്കി ബോംബ് ഒട്ടിക്കാം. യെസ്, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കട്ടെ ഇവിടെ ദേഹത്തൊക്കെ. യെസ്, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുടെ ദേഹത്ത് ഒട്ടിച്ചു. ഇനി ഇവിടുത്തെ ആൾക്കാർ ഇവിടെ കേസ് വല്ലതും കൊടുക്കാൻ വന്ന് ഇരിക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും. നമ്മളപ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും ദേഹത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ വേറൊരാൾ ഇരിപ്പുണ്ട്. അയാളുടെ ദേഹത്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെ പോയിരുന്നു. നമ്മുടെ ഫോണിലല്ലേ ബ്ലാസ്റ്റ് ചെയ്യേണ്ടത്. അതാണ്ട്
പോയി. ഓ ഭയങ്കര ബ്ലാസ്റ്റിങ് ഇവിടെ നടന്നത്. എല്ലാവരും ഡെഡായെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും നമ്മുടെ കാറിൻ്റെ സീറ്റും നമ്മുടെ കാറിൻ്റെ ഡോറൊക്കെ ഇവിടെ പൊട്ടിക്കിടക്കുന്നു. എല്ലാവരും ഡെഡായിട്ടുണ്ട്. ഇനി അത് ഡെഡായിട്ടില്ല. ഓ എസ് നോക്കട്ടെ. യെസ്, എനിക്ക് തോന്നുന്നു എല്ലാവരും ഡെഡായിട്ടുണ്ടെന്ന്. ഓ എല്ലാവരും ഡെഡായിട്ടുണ്ട്. ഓക്കെ, ആ ജയിലിൽ കിടക്കുന്ന പ്രിസണർ മാത്രം ഡെഡായിട്ടില്ല. കാരണം അയാളുടെ ദേഹത്ത് നമ്മൾ സ്റ്റിക്കി ബോംബ് പൊട്ടിച്ചില്ല. നമുക്ക് ഇയാളെ വെടിവെക്കാം. ഓ അയാൾ ഡെഡായി. ഓ നോ, നമുക്ക് സ്റ്റാറിങ് വന്നു. ഇപ്പോൾ വേറെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് നമ്മളെ ചേസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ അപ്സ്റ്റേഴ്സിൽ പോയി നോക്കട്ടെ. ഓ ഇവിടെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ സേഫ് ആണെന്ന് തോന്നുന്നു. കാരണം ഇത് പോലീസ് സ്റ്റേഷനല്ലേ. പോലീസ് സ്റ്റേഷനിൽ വന്ന് ചെക്ക് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഈ റോക്കറ്റ് ലോഞ്ചർ കൈ പിടിച്ചേക്ക്. ആരെങ്കിലും വന്നാൽ ഞാനിത് വെച്ച് അവർ ഷൂട്ട് ചെയ്യും. ഞാൻ ഇപ്പോൾ കുറേ നേരമായി ഞാൻ ഇവിടെ ചുമ്മാതെ നിൽക്കുക. കുറേ നേരം ഇവിടെ വേസ്റ്റായി. ഞാനിപ്പോൾ റോക്കറ്റ് ലോഞ്ചർ പിടിച്ചുകൊണ്ട് താഴോട്ടൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അഥവാ ആരെങ്കിലും വന്നാൽ ഞാൻ ഇത് വെച്ച് ഷൂട്ട് ചെയ്യും. കാറിലാണ് വരുന്നെങ്കിൽ കാർ ഷൂട്ട് ചെയ്യാം. കാറൊക്കെ ഇപ്പോൾ ഇതാവും. ഓ നമ്മുടെ സ്റ്റാറിങ് പോയിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. അപ്പോൾ പോലീസ് ചേസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് അപ്പോൾ ഇവിടെ ബൈക്ക് സ്പോൺ ചെയ്യാം. യെസ്, നമ്മളിവിടെ ബൈക്ക് സ്പോൺ ചെയ്തു. ഇതെൻ്റെ ഇഷ്ടപ്പെട്ട ബൈക്ക് സ്പ്ലെൻഡറാണ്. ഇന്നത്തെ വീഡിയോയിലെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോംബി മോഡാണ്. അതിൽ ഞാൻ കുറേ സോംബീസിന് നമ്മൾ ആദ്യത്തെ കാലം നമ്മുടെ ലംബോർഗിനിയൊക്കെ വെച്ച് ഇടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. കാരണം അവരിനി എന്നെ ഒന്നും കൂടി വേസ്റ്റഡാണ്. അവരിങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇതെന്തോ വെച്ചാണ് ഇത് ഫെൻസസിൻ്റെ മേളിൽ കൂടി ബൈക്ക് ഓടിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.